മറ്റൊരു വലിയ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്ന പാർട്ടി കേരള കോൺഗ്രസ് മാണിയാണ്. രണ്ടിലെ പൂർണ്ണമായും നുള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടിലെ കൊഴിഞ്ഞിരിക്കുന്നു, വാടിയിരിക്കുന്നു, കരിഞ്ഞിരിക്കുന്നു, കരിയിലയായി മാറിയിരിക്കുന്നു. കേരള കോൺഗ്രസിന് അവരുടെ തട്ടകങ്ങളിൽ ഒരാളെയും വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ 12 ഇടങ്ങളിൽ ഒരിടത്ത് പോലും 12 ഇടങ്ങളിലും പൂജ്യരായി മടങ്ങുകയാണ്. നമുക്കിപ്പം അഖിലുണ്ട് കോട്ടയത്തു നിന്നും. അഖിൽ, കേരള കോൺഗ്രസ് നേറ്റിരിക്കുന്ന ഈ ക്ഷതം അത്ര വേഗം മറക്കാൻ കഴിയുമോ? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ ഭൂരിപക്ഷത്തിൽ, ചെറിയ മാർജിനൊന്നുമല്ല, വലിയ ഭൂരിപക്ഷത്തിലാണ് റോഷി അഗസ്റ്റിൻ പരാജയപ്പെട്ടിരിക്കുന്നത്. ജോസ് കെ മാണി ഭൂരിപക്ഷം കുറവാണെങ്കിലും ഒരിക്കൽ കൂടി സ്വന്തം മണ്ഡലത്തിൽ വീണ്ടും അടിപതറുകയാണ്. കേരള കോൺഗ്രസിൽ എമ്മിന്റെ ഭാവി ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലാണോ? മറുഭാഗത്താണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 8-7 വിജയിച്ച് വളരെ ഹാപ്പിയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിൽ ആണ് ആ ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണോ ഇത്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും. കാരണം ചരിത്രത്തിൽ ആദ്യമായി കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി ഇല്ലാതെയാണ് ഇത്തവണത്തെ നിയമസഭയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. 12 ഇടങ്ങളിൽ ഇത്തവണ LDF മത്സരിക്കാൻ അവസരം നൽകിയിരുന്നു. ആ 12ൽ 12 ഇടങ്ങളിലും തോൽക്കുന്ന സാഹചര്യം. 20,000 മുകളിൽ 5-ലധികം സ്ഥലങ്ങളിലാണ്, അതായത് 40,000 മുകളിലടക്കം ഭൂരിപക്ഷത്തിൽ തോറ്റ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ 20,000-ലധികം ഭൂരിപക്ഷത്തിൽ തോറ്റ 5-ലധികം സ്ഥലങ്ങളുണ്ട്. മറ്റെല്ലാ സ്ഥലത്തിലും വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തോറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു മത്സരം നടന്നിരിക്കുന്നത് അത് പാലായിൽ മാത്രമാണ്. ജോസ് കെ മാണി മാത്രമാണ് പേരിനെങ്കിലും ഒരു മത്സരം നടത്തിയെന്നെങ്കിലും പറയാൻ കഴിയുക. മറ്റെല്ലായിടത്തും ഏകപക്ഷീയമായതായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ പിന്നിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ആദ്യഘട്ടത്തിൽ അനുകുമാർ പറഞ്ഞതുപോലെ തന്നെ 8-7 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേടിയപ്പോൾ 12ൽ 0 മാറുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു പല ഘട്ടത്തിലും ഈ UDF-ലേക്ക് വരുന്ന ചർച്ചകളൊക്കെ വലിയ രീതിയിൽ ഉയർന്നിരുന്നതാണ്. UDF-ലേക്ക് വന്നിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള ഒരു ചർച്ച സ്വാഭാവികമായും ഇനിയും കേരള കോൺഗ്രസിനുള്ളിൽ നിന്നും പുറപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അതിനെ എതിർത്ത് നിന്നിരുന്ന പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. ആ റോഷി അഗസ്റ്റിൻ 23,000-ലധികം വോട്ടിനെ ഇടുക്കിയിൽ പരാജയപ്പെടുന്നു എന്നുള്ളതും ഇതിനൊപ്പം തന്നെ ചേർത്ത് വാക്കേണ്ടതാണ്. ഒപ്പം തന്നെ അവരുടെ ചെയർമാൻ, പാർട്ടിയുടെ കോട്ട എന്നൊക്കെ അവർ ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് പാല എന്ന് പറയുന്നത്. ആ കോട്ടയിൽ 2ാം തവണയും പരാജയം ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. അതായത് സമ്പൂർണ്ണമായ പരാജയം. കേരള കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അവർ പറയുന്ന വോട്ട് ബാങ്കുകൾ, അവർ പറയുന്ന വോട്ടുകൾ കൃത്യമായി ഉണ്ടോ എന്ന ചോദ്യം, അതായത് അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസ് അടക്കമുള്ള മുന്നണികൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് തേടിയെത്തിയിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കാണുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ തോത് കാണുമ്പോൾ, അല്ലെങ്കിൽ അളവ് കാണുമ്പോൾ, ഓരോ സ്ഥലത്തും തൊട്ട ഭൂരിപക്ഷം കാണുമ്പോൾ ഈ പറയുന്ന വോട്ടുകൾ കേരള കോൺഗ്രസിന് ഉണ്ടോ എന്ന ചോദ്യം കൂടി അവിടെ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ആദ്യ തിരിച്ചടി അവർക്ക് ഉണ്ടാവുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിരുന്നു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെയും കോട്ടയത്ത് വലിയ തിരിച്ചടി കേരള കോൺഗ്രസ് സംബന്ധിച്ചോളം ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിയമസഭയിലേക്ക് എത്തുമ്പോൾ, അതായത് 12ൽ 12 തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ഒരു ഘട്ടത്തിലും കാഞ്ഞിരപ്പള്ളിയിൽ കോൺഗ്രസുകാർ പോലും ഒരുപക്ഷെ N ജയരാജ് എന്ന വ്യക്തി തോൽക്കുമെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെ N ജയരാജ് അടക്കം കാഞ്ഞിരപ്പള്ളിയിൽ അത്രത്തോളം വേരുറപ്പുള്ള, അത്ര വർഷം കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കാഞ്ഞിരപ്പള്ളിക്കാരനായിട്ടുള്ള N ജയരാജ് പോലും പരാജയപ്പെടുന്ന രീതിയിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിയിട്ടുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ വലിയ പരാജയം തന്നെയാണ്. അത് വിശദമായി പരിശോധിക്കും എന്ന കാര്യം തന്നെയാണ് എന്തായാലും ആ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് വിശകലനം ചെയ്യും, വളരെ ഗൗരവമായി തന്നെ പാർട്ടി ഇതിനെ കാണുമെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഇതിൽ എന്താണ്, അതായത് LDF-നൊപ്പം നിന്നതാണോ, LDF-നൊപ്പം നിന്നതുകൊണ്ട് ഈ കേരള കോൺഗ്രസ് 2 ചിഹ്നത്തിൽ ഒപ്പം നിൽക്കുന്ന ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എന്താണ് എന്നുള്ളതിന് പാർട്ടി വിലയിരുത്തും. കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന വിഭാഗം അവരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരിക്കൽ പോലും നിയമസഭയിൽ ഇല്ലാതിരുന്നിട്ടില്ല. കേരള കോൺഗ്രസ് മാണി ഇതാദ്യമായി ചരിത്രത്തിൽ നിയമസഭയിൽ അവരുടെ അസാന്നിധ്യം ഉണ്ടാവുന്നു. KCM ഈ കുറി നിയമസഭയിലേക്കില്ല. ഒരൊറ്റ MLA പോലും ഇല്ല എന്നുള്ളതാണ്. 5 MLA ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഒരു MLA പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് വരുന്നത്.